Welcome to Drona Institute of Ayurveda. I am Dr. Vishnu Darshan, Junior Resident, BHU. നമ്മൾ ഇനിയൊരു 3-3.5 മാസം കൂടി കഴിഞ്ഞാൽ APGT 2025 എക്സാമായി. അപ്പോൾ അതിൽ നമുക്ക് പ്രധാനപ്പെട്ടൊരു പോർഷനാണ് ചരകസംഹിത സൂത്രസ്ഥാനം. കഴിഞ്ഞ വർഷം അതിൽ നിന്നും അത്യാവശ്യം ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഈ ഒരു 3 മാസം കൊണ്ട് അതെങ്ങനെ കവർ ചെയ്യാം എന്നുള്ളതാണ്. അതിൽ ആദ്യത്തെ 10 ചാപ്റ്ററിൻ്റെ ഒരു ചെറിയൊരു സാരാംശം മാത്രമാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ അസസ് ചെയ്തതിന് ശേഷം ഇനി അതിൽ വരാൻ ചാൻസ് ഉള്ളതും ഒരു ചെറിയൊരു ആദ്യത്തെ ഒരു 10 ചാപ്റ്ററിൻ്റെ സാരാംശം മാത്രമാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ അതിൽ ആദ്യം തന്നെ നിങ്ങൾ കമൻട്രി ആൻഡ് ഓതേഴ്സ്, ചരകസംഹിതയല്ല എല്ലാ സംഹിതകളുടെയും കമൻട്രിയും ഓതറും വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് മാച്ച് ദ ഫോളോയിങ് ആയിട്ടും അതേപോലെ തന്നെ ബാക്കി MCQ സ്റ്റേറ്റ്മെൻ്റ് ഒക്കെ ആയിട്ട് തന്നെ ചോദിക്കാം. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിപ്പോൾ ദ്രവ്യത്തിൻ്റെതാണെങ്കിലും രഥശാസ്ത്രത്തിൻ്റെതാണെങ്കിലും ബാക്കി എല്ലാ ബൃഹത്രയി ലഘുത്രയി അതിൻ്റെ എല്ലാം കമൻട്രിയും ഓതറും നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണം. ആദ്യത്തെ ചാപ്റ്ററാണ് ദീർഘജീവിതി അധ്യായത്തിൽ. അതിൽ പറയുമ്പോൾ ഷഡ് പദാർത്ഥം പറയുന്നുണ്ട്. അതിൻ്റെ ഡെഫിനിഷൻ നിർബന്ധമായിട്ടും പഠിക്കണം ഓരോന്നും. അതുപോലെ തന്നെ അതിനകത്ത് തന്നെ വരുന്ന ക്ലാസിഫിക്കേഷൻസും വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ അവിടെ വ്യാധിയുടെ ആശ്രയങ്ങൾ പറയുന്നുണ്ട്. ശാരീരിക ദോഷത്തിൻ്റെയും മാനസിക ദോഷമായിട്ട് ആശ്രയം പറയുന്നുണ്ട്. അതിൻ്റെ തന്നെ ട്രീറ്റ്മെൻറ്റ് അത് നമ്മുടെ UPSC എക്സാമിനും ചോദിച്ചിട്ടുണ്ട്. മാനസിക ദോഷത്തിൻ്റെ ട്രീറ്റ്മെൻറ്റ് UPSC എക്സാമിനും ചോദിച്ചതാണ്. സോ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ദ്രവ്യത്തിൻ്റെ വർഗീകരണം ബേസ്ഡ് ഓൺ പ്രഭാവ, ഉത്പത്തിയിലേക്ക് വരുമ്പോഴത്തേക്കും ജാംഗമം, ഔദ്ഭിദം, പാർത്ഥിവം. അതിൽ തന്നെ വേണമെങ്കിൽ വീണ്ടും ക്വസ്റ്റ്യൻസ് വരാം. ബിക്കോസ് കഴിഞ്ഞ പ്രാവശ്യം ഈ ഒരു ഏരിയയിൽ നിന്നും സ്റ്റേറ്റ്മെന്റ് ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. സോ ആ ഒരു ഏരിയ നന്നായിട്ട് തന്നെ നോക്കുന്നത് നല്ലതായിരിക്കും. മൂലിനി, ഫലിനി, ദ്രവ്യാസ്, പിന്നെ അഷ്ടമൂത്രങ്ങൾ, അതിൻ്റെ കർമ്മവും പ്രോപ്പർട്ടീസും വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ശോധന വൃക്ഷങ്ങളുടെ ഏരിയയിൽ നിന്നായിരുന്നു കഴിഞ്ഞ വർഷം ക്വസ്റ്റ്യൻ വന്നിരുന്നത്. സോ അതുമായി ബന്ധപ്പെട്ട് ഇനിയിപ്പോൾ ജാംഗമം, ഔദ്ഭിദം അതിൽ ഏതാണ് ഇല്ലാത്തത് അല്ലെങ്കിൽ ഏതാണ് ഉള്ളത് അങ്ങനെയുള്ളൊരു ക്വസ്റ്റ്യൻ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. സോ മൂലിനി, ഫലിനിയും പ്രതീക്ഷിക്കാവുന്നതാണ്. തന്നെ അവസാനത്തേക്ക് വരുമ്പോഴത്തേക്ക് കുറച്ച് കൊട്ടേഷൻസ് ഉണ്ട്, വായിച്ചു വിടുന്നത് നല്ലതാണ്. രണ്ടാമത്തെ ചാപ്റ്ററിലേക്ക് വരുമ്പോഴത്തേക്കും അപാമാർഗ തണ്ടുലീയമാണ്. അതിൻ്റെ ഡെഫിനിഷൻ ഓഫ് തണ്ടുലം അതും ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. APGTയുടെ തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. സോ ഡെഫിനിഷൻ ഓഫ് തണ്ടുലം നോക്കുക. പിന്നെ കഴിഞ്ഞ വർഷം ചോദിച്ചത് APGT 2024 ചോദിച്ചതായിരുന്നു ശിരീഷ ബീജം എന്തിനാണ് എന്നുള്ളതാണ്. ശിരോവിരേചനത്തിനായിരുന്നു. അപ്പോൾ അതും ഈ ഒരു ഭാഗത്തു നിന്നാണ് വന്നിരിക്കുന്നത്. അവിടെ നമുക്ക് ശിരോവിരേചനത്തിനും വാമനത്തിനും വിരേചനത്തിനും ആസ്ഥാപന അനുവാസന ഗണങ്ങൾ പറയുന്നത് ഈ ചാപ്റ്ററിലാണ്. പക്ഷെ നമ്മൾ വാഗുവാണ് കൂടുതലും ഫോക്കസ് ചെയ്ത് പോവാറ്. ഇപ്പോൾ ശിരീഷ ബീജത്തിൻ്റെ ആ ഒരു ഏരിയ വന്നതുകൊണ്ട് തന്നെ ബാക്കി കൂടി നോക്കുന്നത് നല്ലതായിരിക്കും. അതായത് അതിൽ നിങ്ങൾ കിട്ടാത്ത ഡ്രഗുകൾ ഹൈലൈറ്റ് ചെയ്ത് വെക്കാം. പിന്നെ ത്രികടു എവിടെ പറയുന്നു, ത്രിഫല എവിടെ പറയുന്നു, ദശമൂലം എവിടെ പറയുന്നു, പിന്നെ കിട്ടാത്ത ഡ്രഗുകൾ ഏതൊക്കെ. നമ്മൾ മഹാകഷായം കൂടി പഠിക്കുന്നുണ്ടല്ലോ. അപ്പോൾ മഹാകഷായത്തിൽ വരുന്നത് നമുക്ക് ഒഴിവാക്കിയിട്ട് ബാക്കി കിട്ടാത്തത് ഏതൊക്കെയാണ് അങ്ങനെയൊന്നും നമ്മൾ നോക്കി വന്ന് ക്ലാസിഫൈ ചെയ്ത് വെക്കുന്നത് നല്ലതായിരിക്കും. ശിരീഷ ബീജം ഈ ഒരു ഏരിയയിൽ നിന്ന് ചോദിച്ചതാണ്. പിന്നെ വരുന്നത് പഞ്ചകർമ്മയുടെ ഇമ്പോർട്ടൻസ് ഇവിടെ പറയുന്നുണ്ട്. പിന്നെ പഞ്ചകർമ്മയിൽ സ്നേഹനവും സ്വേദനവും പൂർവ്വകർമ്മമായിട്ട് പറയുന്നത് എന്തിനാണ് എന്നുള്ള കൊട്ടേഷനും ചക്രപാണിയുടെ ടീക്കയെല്ലാം നോക്കുന്നത് നല്ലതായിരിക്കും. പിന്നെ വരുമ്പോൾ ആഹാരദ്രവ്യത്തിന്റെ ക്ലാസിഫിക്കേഷൻ ഇവിടെയാണ് പറയുന്നത്. ദ്രവ്യത്തിന്റെ ക്ലാസിഫിക്കേഷനായിട്ട് ആഹാരം, അതുപോലെ തന്നെ ഔഷധം, അതിന്റെ മാത്ര വിത്ത് എക്സാമ്പിൾ ചക്രപാണി പറയുന്നുണ്ട്. അതും നോക്കുന്നത് നല്ലതാണ്. പിന്നെ പറയുന്നത് നമുക്ക് 28 യവാഗുവാണ്. അത് മാച്ച് ദ ഫോളോയിങ് ആയിട്ടോ സ്റ്റേറ്റ്മെന്റ് ആയിട്ടോ എങ്ങനെ വേണമെങ്കിലും ചോദിക്കാം. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മൂന്നാമത്തേലേക്ക് വരുമ്പോഴത്തേക്കും ആരോഗ്യ അധ്യായമാണ്. ലേപനങ്ങളാണ്, 32 ലേപനങ്ങളാണ് പറയുന്നത്. അതിൽ ഇമ്പോർട്ടൻ്റ് ഉദരശൂലം, അതുപോലെ വാതരക്തത്തിന് ഉപയോഗിക്കുന്നത്, ശിരശൂലത്തിന് ഉപയോഗിക്കുന്നത്, അതുപോലെ തന്നെ വിഷഗ്നം, സ്വേദഹരം, ദുർഗന്ധഹരം, പിന്നെ അങ്ങനെ കൊലകുലത്താതി ചൂർണമൊക്കെ ഇവിടെയാണ് പറയുന്നത്. ഒന്ന് നോക്കുന്നത് നല്ലതായിരിക്കും. ദെൻ നാലാമതാണ് ഷഡ്വിരേചന ശാസ്ത്രീയം എന്ന് പറയുന്നത്. അത് 50 മഹാകഷായങ്ങൾ പറയുന്നതാണ്. 2024 APGTയിൽ ഏകദേശം 4 ക്വസ്റ്റ്യൻസ് ഈ ഒരു ഭാഗത്ത് നിന്ന് ഉണ്ടായിരുന്നു. അപ്പോൾ നോക്കുന്നത് നല്ലതാണ്. സ്റ്റാർട്ടിങ്ങിൽ തന്നെ അവിടെ വമന യോഗങ്ങളുടെ നമ്പറും എക്സാമ്പിൾസും, അതുപോലെ തന്നെ വിരേചന യോഗങ്ങളുടെ നമ്പർ ഏതൊക്കെ ഓരോ ഡ്രഗുകളിലും എത്ര യോഗങ്ങൾ വരുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. കഷായ യോനി, കഷായ കൽപ്പന ഫുള്ള് പറയുന്നുണ്ട്. മഹാകഷായം 50 ഉണ്ട്. അത് ഡെയിലി ഒരു 10 വെച്ചിട്ട് ഇപ്പോഴേ സ്റ്റാർട്ട് ചെയ്താൽ നല്ലതാണ്. അതുപോലെ തന്നെ അവസാനത്തെ കൊട്ടേഷൻസ് ഉണ്ട്. അതിസംശയം വിസ്താരം എന്ന് പറയുന്ന കൊട്ടേഷൻ ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ UPSCക്കും ചോദിച്ചിരുന്നൊരു കൊട്ടേഷൻ ഉണ്ട്. അകത്തും പുറത്തുമായിട്ട് നമുക്ക് പല രീതിയിൽ ഉപയോഗിക്കാം എന്ന് പറയുന്നൊരു കൊട്ടേഷനും ഈ ഒരു ഭാഗത്ത് നിന്നും തന്നെയാണ് വന്നിരിക്കുന്നത്. പിന്നെ 5ാമത്തെ ചാപ്റ്റർ മാത്രാശീതിയമാണ്. അതിൽ മാത്രാശീതിയം അതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാര്യം അതിന് മുമ്പത്തെ 2021 നമ്മുടെ അഷ്ടാംഗഹൃദയം ബേസ്ഡ് മാച്ച് ദ ഫോളോയിങ് ഈ ഒരു ഭാഗത്ത് നിന്ന് വന്നിട്ടുണ്ട്. അതായത് അഷ്ടാംഗഹൃദയം ബേസ്ഡ് ആണ് വന്നിരിക്കുന്നത്. സോ നെക്സ്റ്റ് വേണമെങ്കിൽ ചരക ബേസിൽ മാച്ച് ദ ഫോളോയിങ് വരാം.
ദിനചര്യ പറയുന്നത് ഈ ഒരു ഭാഗത്താണല്ലോ. തുടക്കത്തിൽ അഗ്നിയും അതിൻ്റെ ഇമ്പോർട്ടൻസും പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഗുരുദ്രവ്യാസ്, ലഘുദ്രവ്യാസ് പറയുന്നുണ്ട്. പിന്നെ നിത്യസേവനീയ ആഹാരം, അങ്ങനെ സേവിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഗുണം കൊട്ടേഷനായിട്ട് പറയുന്നുണ്ട്. സോ കൊട്ടേഷൻ ചോദിച്ചിട്ട് ഇത് എവിടെയാണെന്ന് ചോദിക്കാം. അതുപോലെ തന്നെ നിത്യവർജനീയമായിട്ടുള്ള ആഹാരങ്ങളും ഈ ഒരു ഭാഗത്ത് പറയുന്നുണ്ട്. പിന്നെ അഞ്ജനം, ധൂമപാനത്തിന്റെ ടൈപ്സ്, കോംപ്ലിക്കേഷൻ UPSCക്ക് ചോദിച്ച ക്വസ്റ്റ്യൻ ആയിരുന്നു അല്ലെ. അതുപോലെ തന്നെ അവിടെ കുറെ ഇമ്പോർട്ടന്റ് കൊട്ടേഷൻസ് ഉണ്ട്. ബലം ഭവതി ചാധികം ശിരോ രുഹ കപാലാനം ഇന്ദ്രിയാണം സ്വരസ്യച്ച. അപ്പൊ ഇന്ദ്രിയങ്ങൾ വെച്ച് ഒരുപാട് സ്ഥലങ്ങളിൽ വരുന്നുണ്ട്. സത്വൃത്തത്തിൽ വരുന്നുണ്ട്, നസ്യത്തിൽ വരുന്നുണ്ട്, അണുതൈലത്തിൽ വരുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ കൺഫ്യൂഷൻ പോയിന്റുകൾ ഒരുപാടുണ്ട് ആ ഇന്ദ്രിയവുമായി ബന്ധപ്പെട്ട്. അപ്പം അതെല്ലാം കൂടി ഒരുമിച്ച് ചേർത്ത് വെച്ച് പഠിക്കുന്നതും നല്ലതാണ്. അപ്പോൾ ഈ ധൂമപാനത്തിന്റെ ക്ലാസിഫിക്കേഷൻ, ടൈപ്സ്, കോംപ്ലിക്കേഷൻസ് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നസ്യം, അണുതൈലത്തിന്റെ പ്രിപ്പറേഷൻ, ഇന്ദ്രിയാണം ബലപ്രദം എന്ന് പറയുമ്പോഴത്തേക്കും അത് അണുതൈലത്തിലും, സർവേന്ദ്രിയാണം വൈമല്യം ബലം എന്ന് പറയുന്നത് നസ്യത്തിലാണ്. പിന്നെ ദന്തധാവനത്തിന് യൂസ് ചെയ്യുന്ന പ്ലാന്റ്സ് പഠിക്കണം. അതുപോലെ തന്നെ ആസ്യാധാരണത്തിന് ഉപയോഗിക്കുന്ന കാര്യങ്ങൾ പഠിക്കണം. തൈലഗണ്ഡൂഷം, അതും APGT ക്വസ്റ്റ്യൻ ആണ്. ഏത് തൈലമാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളത്. കർണപൂരണം, പാദാഭ്യംഗം, സ്നാനം, ദന്തധാവനം, ദണ്ഡധാരണം, പാദാത്രധാരണം, ഇതിന്റെ എല്ലാം പ്രോപ്പർട്ടീസ് പഠിക്കാം. മാച്ച് ദ ഫോളോയിങ് ആയിട്ട് ചോദിക്കാൻ വളരെ വളരെ ചാൻസ് കൂടുതലാണ്. ഓക്കെ, then അടുത്തത് തസ്യാശിര്യമാണ്. അതിലും നമ്മൾ ഋതുവാണ്. ഒരു പോയിന്റ് നമുക്ക് അതിൽ വിടാനില്ല. അതിൽ നിന്ന് നമുക്ക് UPSC ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു, ഉദമന്തം കോൺട്രാൻഡിക്കേഷൻ എന്താണെന്ന് ചോദിച്ചിട്ട്. അതുപോലെ തന്നെ എല്ലാ പ്രാവശ്യവും ഒന്നിൽ ചരകൻ ഇല്ലെങ്കിൽ അഷ്ടാംഗം, ഋതുചര്യ മസ്റ്റ് ആണ്. സോ എന്തായാലും അത് നോക്കിയിട്ടേ പോകാൻ പാടുള്ളൂ. ഓക്കെ, then ഏഴാമത്തിലേക്ക് വരുമ്പോഴത്തേക്കും വേദായണി അധ്യായമാണ്. ഓരോ വേഗങ്ങളുടെയും സിംറ്റംസും അതുപോലെ തന്നെ ട്രീറ്റ്മെന്റും വളരെ 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 ഇമ്പോർട്ടൻ്റ് ആണ്. അത് കൊട്ടേഷൻ വെച്ച് തന്നെ പഠിക്കുക. ട്രീറ്റ്മെന്റ് നമ്മൾ ഈ അടുത്ത് UPSCക്ക് ചോദിച്ചതും എന്ത് തന്നെ ട്രീറ്റ്മെന്റിന്റെ പ്രിൻസിപ്പിൾ തന്നിട്ട് അത് ഏത് വേഗധാരണത്തിന്റെ ട്രീറ്റ്മെന്റ് എന്നായിരുന്നു ചോദിച്ചിരുന്നത്. അത് രണ്ടും, അതായത് ഇപ്പൊ ദിനചര്യയാണെങ്കിലും ഋതുചര്യയാണെങ്കിലും വേഗധാരണയും, ഇത് മൂന്നും അഷ്ടാംഗ ഹൃദയവും ചരകവും വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഉറപ്പാണ് ക്വസ്റ്റ്യൻ എന്തായാലും കിട്ടിയിരിക്കും. ദെൻ ഈ ഒരു കോണ്ടക്സ്റ്റിലാണ് വ്യായാമം ചരകം പറയുന്നത്. അപ്പോൾ വ്യായാമത്തിന്റെ ഡിസഡ്വാൻറ്റേജസ്, അതായത് അതിൻ്റെ പോലെ തന്നെ കോംപ്ലിക്കേഷൻസും പറയുന്നുണ്ട്, അത് നോക്കുക. പിന്നെ കൺസെപ്റ്റ് ഓഫ് പാദാംശിക ഈ ഒരു ഭാഗത്തായിട്ടാണ് പറയുന്നത്. ആഗന്തു രോഗവും അതിന്റെ തന്നെ പ്രിവെൻഷൻ ഈ ഏരിയയിലാണ് പറയുന്നത്. ദതിസേവ വളരെ 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 ഇമ്പോർട്ടൻ്റ് ആണ്, ദതിസേവ. ദെൻ എട്ടാമത്തെ ചാപ്റ്ററിലേക്ക് വരുമ്പോഴത്തേക്കും ഇന്ദ്രിയോപക്രമണീയമാണ്. അതിൽ പഞ്ചപഞ്ചകം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിപ്പോൾ ചോദിക്കാം. നേത്രം ഏതാണ്? നേത്രം എന്ന് പറയുമ്പോൾ ഇന്ദ്രിയ അധിഷ്ഠാനമാണ്. ചക്ഷു എന്ന് പറയുമ്പോൾ ഇന്ദ്രിയമാണ്. അപ്പോൾ അതൊക്കെ തെറ്റിപ്പോവാൻ ചാൻസ് ഉണ്ട്. ഈസി ആയിട്ടുള്ളതാണ്, പക്ഷെ തെറ്റിപ്പോവാൻ ചാൻസ് ഉള്ളതാണ്. അപ്പോൾ നേത്രം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഇന്ദ്രിയ അധിഷ്ഠാനത്തിൽ വരുന്നതാണ്. ചക്ഷു എന്ന് പറയുമ്പോൾ അത് ഇന്ദ്രിയത്തിൽ വരുന്നതാണ്. അപ്പം അതൊക്കെ ഉറപ്പിച്ച് പഠിക്കുക. ഈ ലാസ്റ്റ് 3 മാസം എന്ന് പറയുന്നത് അതിന് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ പഞ്ചപഞ്ചകം ഈ ഒരു ഏരിയയിൽ വരുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ വരുന്ന മനസ്സിന്റെ സിനോണിംസും അതും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്, APGT ക്വസ്റ്റ്യൻ തന്നെയാണ് അത്. പിന്നെ അധ്യാത്മ ദ്രവ്യ ഗുണ സംഗ്രഹം, അതിന്റെ കൊട്ടേഷൻ പഠിക്കണം. ശുഭാശുഭ എന്ന് പറഞ്ഞു തുടങ്ങുന്ന കൊട്ടേഷൻ പഠിച്ചിരിക്കണം. സത്വൃത്തം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിൽ തന്നെ 2-3 കാര്യങ്ങൾ പറയുന്നുണ്ട്. നാ പരീക്ഷിത അന്യത്ര, അതേപോലെ തന്നെ നാ ശേഷഭുക് അന്യത്ര എന്നൊക്കെ പറഞ്ഞിട്ട് കാര്യങ്ങൾ പറയുന്നുണ്ട്. സക്തുസേവ പറയുന്നുണ്ട്. ഓക്കെ, ദെൻ 9ാമത്തെ ചാപ്റ്റർ കുഠാക ചതുഷ്പാദമാണ്. അതിൽ 4 ക്വാളിറ്റീസ് വെച്ചിട്ട് ഓരോന്നിനും പറയുന്നുണ്ട് അല്ലെ. ചതുഷ്പാദങ്ങൾക്ക് ഓരോന്നിനും 4 ക്വാളിറ്റീസ് വെച്ച് പറയുന്നുണ്ട്. അത് പഠിച്ച് കഴിഞ്ഞവർ TKയിലേക്ക് പോണത് നല്ലതാണ്. ആദ്യം അത് ഉറപ്പിക്കാം. 4 ക്വാളിറ്റീസ് ഉറപ്പിക്കുക. അതിനുശേഷം പ്രാണാഭിസാര ഭിഷക്ക് പറയുന്നുണ്ട്, രാജാർഹ ഭിഷക്ക് പറയുന്നുണ്ട്, ഒരു വൈദ്യന് വേണ്ട 6 ഗുണങ്ങൾ പറയുന്നുണ്ട്, പിന്നെ വൈദ്യശബ്ദ നിഷ്പത്തി പറയുന്നുണ്ട്, വൈദ്യവൃത്തി പറയുന്നുണ്ട്. ഇതൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു പോകാൻ പാടില്ല. ഓക്കെ, ഉറപ്പിച്ച് നമ്മൾ പോകേണ്ടതാണ്. ദെൻ 10ാമത്തെ ചാപ്റ്റർ മഹാചതുഷ്പാദ അധ്യായമാണ്. അത് നമ്മുടെ സാധ്യാസാധ്യതകളാണ് അതിൽ പറയുന്നത്. അതും തെറ്റിക്കാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ നമ്മൾ ആദ്യത്തെ 10 ചാപ്റ്റർ കോർ ഏരിയ ആണ്. എന്തായാലും നമുക്ക് ക്വസ്റ്റ്യൻ കിട്ടുന്ന ഒരു ഏരിയ ആണ് ആദ്യത്തെ 10 ചാപ്റ്റർ എന്ന് പറയുന്നത്. അപ്പം ഇത്രയും ഏരിയാസ് മാക്സിമം എല്ലാവരും കവർ ചെയ്യുക. ഇനി അടുത്ത 10, 11 മുതൽ 20 വരെയുള്ള ചാപ്റ്റേഴ്സിന്റെ സാരാംശമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ജസ്റ്റ് ഇനി ഒരു 3-3.5 മാസമേ ഉള്ളൂ. നന്നായിട്ടൊന്ന് ശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്ക് APGTയുടെ അല്ലെങ്കിൽ 2025 APGTയിൽ ഒരു സീറ്റ് നിങ്ങൾക്ക് കരസ്ഥമാക്കാൻ സാധിക്കും. അപ്പോൾ ഓൾ ദ ബെസ്റ്റ്, ഹാപ്പി ന്യൂ ഇയർ.